Hi dears, welcome back to Fashion Week Designs. മോസ്കോ സിൽക്ക് ഫാബ്രിക്കിൽ ഫുൾ സെൽഫ് ടോണിൽ തന്നെ ഫുള്ളി എംബ്രോയിഡറി വരുന്ന കളക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മുടെ ആ ഒരു ഫാസ്റ്റ് മൂവിങ് ഈ റെസ്പോൺസുള്ള ഐറ്റം ആണ്. 5 കളർ ഷെയ്ഡ്സ് ഇതിൽ വന്നിട്ടുണ്ട്. ഗ്രീൻ്റെ തന്നെ 2 വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്സ്, ഒരു യെല്ലോ പോലെ നിൽക്കുന്നുണ്ട്, പിങ്കിൻ്റെ ഷെയ്ഡുണ്ട്, ആൻഡ് ഈ ഒരു ലെവൻഡറിൻ്റെയും വയലറ്റിൻ്റെയും മിക്സ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡുണ്ട്. ഈ ഫാബ്രിക്കിൻ്റെ ഗ്ലേസിങ് കണ്ടില്ലേ, മോസ്കോ ഫാബ്രിക് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. അതിലാണ് ഇതുപോലെ കണ്ടാൽ നമ്മുടെ ഒരു ക്രോസ് സ്റ്റിച്ചില്ല കേട്ടോ, അത് ഫുൾ ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് സ്റ്റൈലിലുള്ള ഒരു വർക്കാണ് ഫുൾ വന്നിരിക്കുന്നത്. ടോപ്പ് ഫുള്ളും ആ ഒരു വർക്കാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇങ്ങനെ വരും. അതിൻ്റെ ടോപ്പ് വന്നിട്ടുണ്ട്, ഫുൾ എംബ്രോയിഡറി വർക്കാണ് അതിൽ ചെയ്തിരിക്കുന്നത്. ഒരു റോസ് ഫ്ലവർ പോലത്തെ ഫ്ലവർ വർക്ക് വിത്ത് ക്രീപ്പർ, അതിന് ചുറ്റും ഒരു ക്രീപ്പർ സ്റ്റൈലാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. വിത്ത് ലൈറ്റ് സീക്വൻസിങ് വരുന്നുണ്ട്, ആൻറ്റിക് സീക്വൻസിങ് വരുന്നുണ്ട്. മോസ്കോ ഫാബ്രിക് ആണ് ഇതുണ്ടോ. ഈ ഫാബ്രിക്കിൻ്റെ ഗ്ലോസി ഫിനിഷ് നോക്കിയാൽ ലൈറ്റ് ആയിട്ടുള്ളൊരു സിൽവറിൻ്റെ ഒരു ബ്ലെൻഡ് കാണാം. അങ്ങനത്തെ ഒരു ഫാബ്രിക്കാണ്, വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ ഫാബ്രിക്കാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പ്. ഞാൻ ഓവറോൾ ലുക്ക്. ദുപ്പട്ടയിൽ വരുമ്പോഴും സെയിം പാറ്റേൺ തന്നെ, ഫുൾ ഹെവി ആയിട്ട് ബോർഡർ വിത്ത് ഓൾ ഓവർ എംബ്രോയിഡറി വരുന്ന ദുപ്പട്ട. അതിലും ഫുൾ ചെറിയ മൈന്യൂട്ട് സീക്വൻസിങ് കൊടുത്തിട്ടുണ്ട്. സെയിം കളറിൽ വരുന്ന ബോട്ടം. അടുത്ത കളർ ഷെയ്ഡ് വീഡിയോയിൽ കുറച്ചുകൂടെ ബ്ലൂ ഹൈലൈറ്റഡ് ആയിരിക്കും. ബ്ലൂ അല്ല, ബ്ലൂ ഗ്രീൻ മിക്സ്ഡ് ആണ്. കുറച്ചുകൂടെ ഗ്രീൻ ആണ് ഇതിൽ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് പാറ്റേൺസ് സെയിം മോസ്കോ സിൽക്ക് ഫാബ്രിക്കിൽ ഫുള്ളി ഹെവി എംബ്രോയിഡറി വർക്കാണ്. ജസ്റ്റ് കളേഴ്സ് നോക്കിയാൽ മതി, പാറ്റേൺസ് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒരു റോസ് ഫ്ലവർ സ്റ്റൈലുള്ള എംബ്രോയിഡറി വർക്കാണ്. അതും ടോപ്പും ദുപ്പട്ടയിൽ വരുമ്പോൾ ഇതുണ്ടോ, ഈ 2 ബോർഡേഴ്സിലും ഒരേ സ്റ്റൈൽ ഹെവി ആയിട്ട് വർക്ക്, ചെറിയ സീക്വൻസിങ്. ആ റോസ് ഫ്ലവർ തന്നെ കുറച്ചും കൂടി വിട്ട് കുറച്ച് ചെറിയ ഫ്ലവേഴ്സ് ആയിട്ടാണ് സെൻട്രൽ വരുന്നത്. ബോർഡേഴ്സ് വരുമ്പോൾ കുറച്ചുകൂടി വലുപ്പമുള്ള ആ ഒരു ഫ്ലവർ വർക്ക്. ഈ കളർ വന്നിട്ട് ഒരു ലൈറ്റ് സിൽവർ ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന ഡാർക്ക് ലാവൻഡറിൻ്റെ ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത്. പാറ്റേൺസ് സെയിം, ചെറിയ മൈന്യൂട്ട് സീക്വൻസിങ് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ്. സാൻഡൂണാണ് ബോട്ടം. അത് ഒരു യെല്ലോ പോലെ, ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ്. അതിലും ലൈറ്റ് സിൽവർ ബ്ലെൻഡ് ആണ്. ബേസ് കളറിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും ആ ഒരു ത്രെഡ്. അതായത് കുറേ ത്രെഡ്സ് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് എംബ്രോയിഡറി ചെയ്യുന്നത് കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു എംബ്രോയിഡറി വർക്ക് കാണാം. നല്ല ഗ്ലേസിംഗ് ഉള്ള മോസ്കോ സിൽക്ക് ഫാബ്രിക്കിലാണ് ടോപ്പ്. ഇതേപോലെ നിൽക്കും. ഓവറോൾ ലുക്ക് വന്നിട്ട് പാറ്റേൺസ് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് എൻ്റെ ദുപ്പട്ടയും വന്നിരിക്കുന്നത്. മോസ്കോ സിൽക്ക് ഫാബ്രിക്, ഹെവി എംബ്രോയിഡറി സ്റ്റൈൽ ആൻഡ് ഭയങ്കര ഫാസ്റ്റ് മൂവിങ് റെസ്പോൺസ് ഉള്ള ഒരു പാറ്റേൺ ആണ്. 1480 ആണ് എൻ്റെ പ്രൈസ് റേഞ്ച്. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഗ്രീൻ തന്നെ ഒരു സിമിലർ ആയിട്ടുള്ള ലൈറ്റ് കുറച്ചുകൂടെ ഫസ്റ്റി ഫിനിഷ് വരുന്ന ഒരു ഗ്രീൻ ആണ്. എന്നാൽ കുറച്ചുകൂടി ഇതിൽ സിൽവർ കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആണ്. ഗ്രീൻ ആണെങ്കിലും അതിൽ കുറച്ചുകൂടെ സിൽവറിൻ്റെ ഹൈലൈറ്റഡ് ആണ് ഈ കളറിൽ വരുന്നത്. പാറ്റേൺസ് സെയിം. ഇത്രയും കളർ ഷെയ്ഡ്സ്, 5 കളർ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. മോസ്കോ സിൽക്ക് ഫാബ്രിക്കിൽ ടോപ്പ് ദുപ്പട്ട വിത്ത് ഹെവി എംബ്രോയിഡറി, ലൈറ്റ് സീക്വൻസിങ് ആൻഡ് ബോട്ടം സെയിം കളറിൽ തന്നെ വരുന്ന സാൻഡൂൺ ഫാബ്രിക്കിലാണ്. 1480 ആണ് എൻ്റെ പ്രൈസ് റേഞ്ച്. സോ ഇത് നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. ആൻഡ് ഇതുപോലുള്ള സിമിലർ ഇനിയും ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. സോ മിസ് ചെയ്യാതെ വീഡിയോസ് കാണുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്